Good evening, all. Good Good evening. evening, ma'am. Good Good evening, evening. ma'am. Okay. എല്ലാരും എത്തിയിട്ടുണ്ടോ? എല്ലാ കുറച്ച് പേരല്ലേ എത്തിയുള്ളൂ 10 പേര്. രാത്രി ഉണ്ടോ ട്രെയിനിങ്? ആൾക്കാർ വരുമായിരിക്കും അല്ലെ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അൽഹംദുലില്ലാ സുഖം. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഓൺ ചെയ്യൂല കേട്ടോ, എനിക്ക് എന്തോ വയ്യ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തതല്ലേ നമ്മള്? ശരിയല്ലേ? അതെ അതെ. ഒരു സൗണ്ട് ഇല്ലാത്ത പോലെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ. കേൾക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഈ ഒരു സ്കൂൾ ഓർഗനൈസേഷൻ എന്ന ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഇതായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം? ഓർമ്മയുണ്ടോ? നോക്കാണ്ട് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ധൈര്യത്തിൽ? നാടിന് ഉതകുന്ന പൗരന്മാരെ വാർത്തെടുക്കല്. അത് ഉദ്ദേശം, പേർപ്പസ് ആണ്. ലക്ഷ്യം എന്തായിരുന്നു പിന്നെ? എന്താ 3 പേര് മാത്രം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഓക്കെ ഇല്ല, അതാണ് ഞാൻ ഓൺ ചെയ്യാത്തത്. ഞാൻ കുറെ നാളായി ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്. എന്ത് പറ്റിയതാ? എനിക്ക് കുറച്ച് ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആഹാ, ഇപ്പൊ റെഡി ആയോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് പഠിക്കുക കേട്ടോ. റിവിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ നന്നായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നന്നായിട്ട് പഠിച്ച് റെഡി ആയിട്ടിരിക്കുക കേട്ടാ. ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ നമുക്കറിയാം ലക്ഷ്യം എന്തായിരുന്നു. അമ്പടാ അപ്നീതാ, എനിക്ക് വയ്യടാ, എനിക്ക് എന്തോ ഒരു മൊത്തത്തിലൊരു ബോഡി പെയിനും മൊത്തത്തിലൊരു മാറ്റൊരു പനി വരുന്ന പോലൊക്കെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണേ. എനിവേ, എന്റെ സൗണ്ട് ഒക്കെ മാറിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു? വിദ്യാഭ്യാസത്തെയും പ്രവർത്തനങ്ങളെയും രണ്ടായി വിഭജിച്ചിട്ട് അല്ലെ? നോക്കാതെ പറയുന്നത് നോക്കാട്ടെ. എന്തിനൊന്നുകൂടി ഊന്നൽ കൊടുക്കുക? എന്തിനൊന്നും കൂടി ഇത് കൊടുക്കേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ടത്? പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക്, ആക്ടിവിറ്റീസിന് ഒന്നുകൂടി ഊന്നൽ കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് എൻഷർ ചെയ്യാൻ, നല്ലൊരു റിസൾട്ട് എൻഷർ ചെയ്യാം, ഉറപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ അല്ലെ? അപ്പൊ ഈ സ്കൂൾ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്ട് ത്രൂ ഔട്ട് നമ്മൾ പോയത് അങ്ങനെ തന്നെയാ. ഞാൻ എവിടെയും A ഫോർ ആപ്പിൾ പഠിപ്പിക്കും, B ഫോർ ബോൾ എന്ന് പഠിപ്പിക്കും, അങ്ങനെ നല്ലല്ലോ നമ്മൾ ഇതുവരെ കൊണ്ടുപോയത്. അതായത് ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില വീഡിയോസിന്റെ ഒക്കെ കാണാറുണ്ടാവും അല്ലെ? കാണാറില്ലേ? ബ്ലൂപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ സ്കൂളില് പൊതുവെ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക രാവിലെ പോവാ, പഠിപ്പിക്കുക, തിരിച്ചു വരാ, അതായിരിക്കും ഒരു സ്കൂൾ എന്നുള്ളത് അല്ലെ? അതിന്റെ പിന്നാമ്പുറത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമല്ലേ ഇപ്പൊ നമ്മുടെ സ്കൂൾ ഓർഗനൈസേഷനിൽ മനസ്സിലായത്? ആണോ അല്ലേ? അതെ, കാരണം ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, പിന്നെന്താണ് സിലബസ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നെ കുറെ റെക്കോർഡ്സിനെ കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പല രീതിയിലും ഉള്ളിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചേട്ടാ. അപ്പൊ ഒരു സ്കൂളില് 2 കാര്യങ്ങളാണ് നടക്കുക, ഒന്ന് പഠനം, ഒന്ന് പ്രവർത്തനം. ഓക്കെ, പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക്. ഓക്കെ, എന്നാല് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ബാക്കി വർക്ക്സ് ഒക്കെ ആക്ടിവിറ്റീസിൽ വരും. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെയാണ് അതിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നേ, കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി? വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കുന്ന സമയത്ത് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടാ. എല്ലാവരും ആ ഒരു ചാപ്റ്റർ എടുത്തു വെക്കുക. എടുത്തല്ലോ?
ഓക്കെ, ഇതിൽ ഒന്നാമതായിട്ട് പറയുന്നത് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കൂൾ ആൻഡ് സൊസൈറ്റി. ഓക്കെ, എന്താണ് വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം? ഇത് എത്രാമത്തെ എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ അങ്ങനെ ഒരു പോർഷൻ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അതൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ വരും. ഓക്കെ, അത് മുഴുവനായിട്ട് എഴുതുക. ക്ലിയർ അല്ലേ? യെസ് Clear. മാം. ഓക്കെ, പെട്ടെന്ന് പ്രതികരിക്കാട്ടെ, ഞാൻ നിങ്ങളെ കാണുന്നില്ല, അതാണ്. അടുത്തത് ഹൗ ടു മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. പാരന്റ്സും ടീച്ചറും തമ്മിലുള്ള ബന്ധം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമ്മള് ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട് അല്ലെ? ഓക്കെ, എവിടെയാണ്? അസോസിയേഷനിലാണോ? എങ്ങനെ? പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷനിൽ? അല്ല, ഇത് വരുന്നത് ലാസ്റ്റ് 8 രക്ഷാകർത്താക്കളും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ലായിരുന്നു? 1 മുതൽ 7 വരെ പോയിന്റ്സ്, ഏറ്റവും ലാസ്റ്റ്. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടാ. അടുത്തത് നമ്മളൊക്കെ നല്ലോണം പഠിച്ചൊരു ഏരിയ, ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻസ്. എത്ര ടൈപ്സ് ഉണ്ടായിരുന്നു? 5 ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻസ് ഉണ്ട്. 1 ഇൻസ്പെക്ഷൻ, 2 ലേസർ, പിന്നെ കോഴ്സീവ്, ദെൻ ട്രെയിനിങ് ആൻഡ് ഗൈഡൻസ്, പിന്നെ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ഓക്കെ, ഇത്രയും ഈ 5 എണ്ണം എഴുതണം. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 5ാമത്തേല് മേൽനോട്ടം, കാരണം, ഉദ്ദേശം, സ്വഭാവം ഒക്കെ ഇല്ലേ? ഉണ്ട്. യെസ്, അതുകൂടി എഴുതിയാൽ മാത്രമേ ആ ആൻസർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അത് മാം അതിന്റെ ക്വസ്റ്റ്യൻ സ്കൂൾ സൂപ്പർവിഷൻ എന്നാണോ? ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻസ്. ഓക്കെ. ഓക്കെ, അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ സൂപ്പർവിഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാല്, ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രോ ഇല്ലേ, ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്ത് വിദ്യാലയ മേൽനോട്ടം എന്ന് പറഞ്ഞിട്ട് അതാണ് എഴുതേണ്ടത്. അതേസമയത്ത് അത് 8 മാർക്കിന് 5 മാർക്കിന് വലിയ മാർക്കിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് മുഴുവനായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, മാർക്ക് നോക്കിയിട്ട് അത് എഴുതണം. അടുത്തത് ഡിഫൈൻ ദ റോൾ ഓഫ് പാരന്റ്സ് ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. അതിന്റെ ആൻസർ വരുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്ക് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? ഓക്കെ, അതില് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിനായി സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിലുള്ള അതുണ്ടല്ലോ, അത് മുതൽ അങ്ങോട്ടാണ് എഴുതേണ്ടത് കേട്ടാ. ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്ന മിസ്സേ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിഫൈൻ ദ റോൾ ഓഫ് പാരന്റ്സ് ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇവിടെ രക്ഷിതാക്കളുടെ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് ഡിഫൈൻ ദ റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് സൊസൈറ്റി ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് എഴുതണം. ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് എഴുതണം. അതേസമയത്ത് ഇവിടെ വന്നിരിക്കുന്നത് പാരന്റ്സിനെ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ വിജയത്തിനായി സ്കൂളും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധങ്ങളാണ് വേണ്ടത്. അത് തുടങ്ങി മുഴുവനായിട്ട് എഴുതാൻ പറയുന്നത് കേട്ടാ. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടൈം ടേബിൾസ്. ഇത് നമ്മള് 3ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടൈം ടേബിൾ എന്ന് പറയുമ്പോ നമുക്കറിയാം ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, പറയൂ. ടീച്ചേഴ്സ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, മാസ്റ്റർ ടൈം ടേബിൾ എല്ലാം എഴുതണം കേട്ടോ. എല്ലാം വിത്ത് എക്സ്പ്ലനേഷൻ വേണം. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ടേബിൾ, നീഡ്സ് ഓഫ് ടൈം ടേബിൾ. ഇത് മൂന്നും നോട്ട്സിൽ എഴുതി തരാത്തതാണോ? ഇതൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ തന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് ഈ 3ന്ന് ഏതെങ്കിലും ഒന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടന്റോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ നീഡോ ചോദിക്കും ചിലപ്പോ ടൈം ടേബിളിന്റെ കേട്ടാ. ഓക്കെ, അതൊക്കെ ഏതാ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് അതിന്റെ ഹെഡിങ് വന്നിരിക്കുന്നത്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണോന്ന് തോന്നുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ.
ഓക്കെ, അതായത് ടൈം ടേബിളിന്റെ പ്രാധാന്യം, ആവശ്യം, പിന്നെന്തായിരുന്നു, കണ്ടന്റ്, ഉള്ളടക്കം അല്ലെ. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഫോർ മേക്കിംഗ് എ ടൈം ടേബിൾ. അതായത് എന്താ പറയാ, ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് തത്വങ്ങള്, അതാണ് എഴുതേണ്ടത് കേട്ടാ. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നല്ലോണം ഓർമ്മയുണ്ടാവും, നമ്മൾ അത്ര അരച്ച് കലക്കി കുടിച്ചായിരുന്നു അല്ലെ. കുറെ സിദ്ധാന്തങ്ങൾ പഠിച്ചില്ലായിരുന്നോ, ആലസ്യ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് അവിടെ വരാ കേട്ടാ. ഡൈവേഴ്സിറ്റി. യെസ് യെസ്, അത് തന്നെ. അടുത്തത് വാട്ട് ഇസ് ടൈം ടേബിൾ. അത് നമ്മുടെ ടൈം ടേബിളിന്റെ ചെറിയൊരു പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ടൈം ടേബിൾ എന്നുള്ളത് കേട്ടാ. ഓക്കെ, അതാണ് എഴുതേണ്ടത്. നമ്മളിപ്പോ 3 ചാപ്റ്റർ ഒരുമിച്ചാണ് നോക്കുന്നത് കേട്ടാ. 3 ചാപ്റ്റർ ഒരുമിച്ചാണ് നോക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ. അടുത്തത് വരുന്നത് എക്സ്പ്ലെയിൻ ക്ലാസ് ടൈം ടേബിൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ടൈം ടേബിൾ, അല്ലെങ്കിൽ മാസ്റ്റർ ടൈം ടേബിൾ. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾ ചോദിച്ചാല് അത് 3 എഴുതണം. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുവാണ്, എങ്ങനെ വാട്ട് ഇസ് ചോദിക്കുവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാ. എവിടെന്നാ നോയ്സ് വരുന്നേ, ഒന്ന് ശ്രദ്ധിക്കേ. ഓക്കെ, മാസ്റ്റർ ടൈം ടേബിൾ ആണ് ഒന്നുകൂടി ചാൻസ് കേട്ടോ അതിൽ നിന്ന് വരാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. റൈറ്റ് അബൌട്ട് നേച്ചർ ഒബ്സർവേഷൻ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അതെവിടെയായിരുന്നു വരുന്നേ? ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം 4th chapter, right? അല്ലേ? യെസ്, 4th chapter നേച്ചർ ഒബ്സർവേഷൻ അഥവാ പ്രകൃതി നിരീക്ഷണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. എല്ലാ എക്സാമിനും ഓൾമോസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, അതൊന്ന് പഠിക്കുക കേട്ടോ. അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇതൊന്നുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഇസ് ലോങ് ടേം പ്രോഗ്രാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ഷോർട്ട് ടേം പ്രോഗ്രാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാട്ട് ഇസ് ലോങ് ടേം പ്രോഗ്രാം, അതായത് ലോങ് ടേം എന്ന് പറഞ്ഞാൽ ദീർഘകാല പരിപാടി. രണ്ടാമത്തത് ഷോർട്ട് ടേം, ഹ്രസ്വകാല പരിപാടി. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും വരൂ കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതുക. അടുത്തത് വരുന്നത് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് 1 മാർക്കോ 2 മാർക്കോ. എന്തുവാ? സ്റ്റക്ക് ആവുന്നുണ്ട്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് മക്കളെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ആരെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ശരി. അതായത് പ്രിൻസിപ്പിൾ ഓഫ് റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ, ഇറ്റ്സ് ഫ്രം എവിടുന്നായിരുന്നു? ഇത് 3ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. യെസ്, 3rd ചാപ്റ്ററില് വിശ്രമോല്ലാസ സിദ്ധാന്തം പഠിച്ചിട്ടില്ലേ? അതാണ്. അതിന് ചില സമയത്ത് 3 മാർക്ക് കിട്ടാറുണ്ട്, ഭാഗ്യം പോലെ ഇരിക്കും. അതുപോലെ അത് കുറച്ചേ ഉള്ളൂ, ഒറ്റ ലൈനേ ഉള്ളൂ അല്ലേ, പക്ഷെ അതിന് 3 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടാ, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇത് പല എന്താ? റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ ആണോ? യെസ്, റെസ്റ്റ് ആൻഡ് റീക്രിയേഷൻ, വിശ്രമോല്ലാസ സിദ്ധാന്തം 4ാമത്തെ കേട്ടാ. 3ാമത്തെ ചാപ്റ്ററിലാണ് എന്ന് തോന്നുന്നു. യെസ്, എന്നിട്ട് അതിൽ ലാസ്റ്റിലെ 4ാമത്തെ പോയിന്റ്, ചാപ്റ്റർ തീരാൻ പോകുന്ന ഭാഗത്ത് കേട്ടാ. റൂമിൽ പോയിക്കോ. റൂമിൽ പോ. ഞാൻ വയ്യോടെ അടുത്ത് വരുന്നു, അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നേ, ഓപ്പോസിറ്റ് ഇരിക്കും കേട്ടാ. ഓക്കെ, അത് കഴിഞ്ഞില്ലേ? അത് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ അബൌട്ട് PTA എന്ന് വന്നു കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വലിയൊരു പാരഗ്രാഫ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? 5ാമത്തെ ചാപ്റ്ററിലാന്ന് തോന്നുന്നുണ്ട് അല്ലെ, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകുന്നത് അല്ലെ? നമ്പർ 26 മാം, പേജ് നമ്പർ 26.
ഓക്കെ, എനിക്ക് Chapter 5 വേറെ ആയിരിക്കും. വിദ്യാലയവും സമൂഹവും. ഓക്കെ, അതിലാണ് PD. യെസ്, ഈ ഒരു പാരഗ്രാഫാണ് നിങ്ങൾ എഴുതേണ്ടത്. 5 മാർക്കിനൊക്കെ ആയിരിക്കും മിക്കവാറും വരാം. 5 തന്നെ വരും, 5 10 വരുമായിരിക്കും. 5 ആയിരിക്കും വരുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടാ. എനിക്ക് വിശക്കുന്നു ഗൈസ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് മെന്റൽ ഡെവലപ്മെന്റ്? പലപ്പോഴായിട്ടും ഈ നമ്മള് 4th ചാപ്റ്റർ എന്നാണ്, അതായത് കുറെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതില് പലപ്പോഴും വന്നിട്ടുള്ളത് മെന്റൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് എഴുതാനാണ്. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഡെവലപ്മെന്റ് ചോദിക്കും. നമുക്ക് ഒരുപാട് സ്പോർട്സ് ഡെവലപ്മെന്റ് ഉണ്ട്, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ഉണ്ട്, പാരന്റൽ അവയർനെസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരൂ കേട്ടാ. അതിൽ ഏറ്റവും ചാൻസ് ഉള്ളത് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. മനസ്സിലായോ? ഇതെവിടെ പറയുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ സിലബസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ കേട്ടാ. Chapter 4. യെസ്. ഇത് number 19. ഓക്കെ, അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ PTA ആൻഡ് സ്കൂൾ. PTA ആൻഡ് സ്കൂൾ, അത് 5ാമത്തെ ചാപ്റ്ററിലായിരിക്കും മിക്കവാറും. എവിടെടാ? PTA ആൻഡ് സ്കൂള് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, 25 page number ma'am. 25 വിദ്യാലയവും സമൂഹവും. യെസ്, വിദ്യാലയവും സമൂഹവും. അല്ലടാ, അതല്ല വേണ്ടത്. PTA എന്നുള്ള പോർഷൻ തന്നെയായിരിക്കും വരിക കേട്ടാ. PTA എന്നുള്ള പോർഷൻ തന്നെയായിരിക്കും വരിക. പക്ഷെ ഇതില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്കൂൾ അത് ആൻഡ് അത് സമൂഹവും വിദ്യാലയവും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് PTA-യും സ്കൂളും തമ്മിലുള്ള ബന്ധമാണ്. ഓക്കെ. ഓക്കെ, അടുത്തത് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ സ്കൂൾ ആക്ടിവിറ്റി ഓർ സ്കൂൾ പ്രോഗ്രാം. പ്രീ സ്കൂൾ പ്രോഗ്രാംസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഓർമ്മയില്ലേ? ഡെയിലി പ്രോഗ്രാംസ്, പ്രീ സ്കൂൾ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് 4th ചാപ്റ്റർ ആയിരിക്കാം. അതെ, ഓർക്കുന്നില്ലേ? അപ്പൊ അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഏതൊക്കെയാണ് എഴുതേണ്ടത്. ഒന്ന് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഡെയിലി പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടാവും, ബേസിക് ആക്ടിവിറ്റീസ് എഴുതിയിട്ടുണ്ടാവും. What happened? ലോങ് ടേം പ്രോഗ്രാംസ് അതാണോ? അത് അവിടെ പോ. ഞാൻ ഓതുന്ന ഇവിടെ കേൾക്കണ ജനുസേ. പ്രോഗ്രാംസ്. ഇത് പ്രീ സ്കൂൾ പ്രോഗ്രാം. പ്രീ സ്കൂൾ പ്രോഗ്രാംസിനെ കുറിച്ചിട്ട് അവര് ബേസിക് അവർ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും വെച്ചാല് അതിൽ ബ്രാക്കറ്റിൽ കൊടുക്കും എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത്. മിക്കവാറും 10 മാർക്കിനോ 15 മാർക്കിനോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അയ്യൂസേ മിസ് അത് ബേസിക് ആക്ടിവിറ്റീസ് അല്ല അതല്ല അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? പ്രീ സ്കൂൾ പ്രോഗ്രാം ബേസിക് ആക്ടിവിറ്റി പ്രോഗ്രാം ചിലപ്പോ അവര് ബേസിക് ആക്ടിവിറ്റീസ് ചോദിക്കൂല, അത് വേറെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. റൈറ്റ് അബൌട്ട് ബേസിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ബ്രാക്കറ്റിൽ അവർ പറയും ബേസിക് ആക്ടിവിറ്റീസ്, ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ്, ദെൻ ഡെയിലി പ്രോഗ്രാംസ്, അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ തൊട്ട് എൻഡിങ് വരെ എഴുതണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. മനസ്സിലായോ? അപ്പൊ ബേസിക് ആക്ടിവിറ്റീസ് ചിലപ്പോഴേ ചോദിക്കുള്ളൂ, ബാക്കിയെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഇതന്നെ ആയിരിക്കും എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മളെ ഭാഷയിൽ എഴുതിയാ പോരെ? നിങ്ങളുടെ ഭാഷയിൽ എഴുതിയാലും കണ്ടന്റ് സെയിം ആയിരിക്കണം, അല്ലാതെ നമുക്ക് ഒരു ബന്ധമില്ലാത്ത രീതി പോവരുത് കേട്ടാ. എന്റെ അഭിപ്രായത്തിൽ ടെക്സ്റ്റിലെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എഴുതുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടാ. ഓക്കെ 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 മിസ്സേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, അടുത്തത് പ്രിപ്പയർ ആൻ എസ്സേ ഓൺ വേസ് ടു ബ്രിങ് ദ കമ്മ്യൂണിറ്റി ക്ലോസർ ടു ദ സ്കൂള്. സ്കൂളിലേക്ക് സൊസൈറ്റി അടുപ്പിക്കുന്ന വഴികളെയാണ് ചോദിച്ചിരിക്കുന്ന 5ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മള് സമൂഹത്തെ വിദ്യാലയത്തോട് കൂടുതൽ അടുപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നേരെ തിരിച്ചും ചോദിക്കും കേട്ടാ.
നേരെ തിരിച്ചും ചോദിക്കും. എങ്ങനെ ചോദിക്കും? വിദ്യാലയത്തെ സമൂഹത്തിനടുത്തേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, അത് രണ്ടും ഇമ്പോർട്ടന്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് another name of community. പെട്ടെന്ന് പറഞ്ഞേ. One word question. Another name of community. അറിയില്ല? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നു, മറന്നുപോയി. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ട് മറന്നുപോയില്ലേ? ശരി. സൊസൈറ്റി ആണ് മക്കളെ. സമൂഹം അഥവാ സൊസൈറ്റി ആണ് അതിന്റെ ആൻസർ. ഇനി മറക്കരുത്. ഓക്കെ, ഞാൻ ചടപട ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യമേ ഞാൻ ചോദിക്കുന്നൊന്നും പറയത്തില്ല, പെട്ടെന്ന് വന്നിട്ട് ഞാൻ ചലഞ്ച് ഇടും. അപ്പൊ ആൻസർ കിട്ടണം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചലഞ്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടായിരുന്നോ? ചെയ്തതാ. ചെയ്തു. നാളെ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഉണ്ടാവും കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററും ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എന്ന് വെച്ചാല് സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക. മിസ് എക്സാം എപ്പോഴാ വരാ? ടൈം ടേബിൾ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങളുടെ മോഡൽ എക്സാം ആദ്യം ഉണ്ടാവും കേട്ടാ. ഓഫ്ലൈൻ ഓൺലൈൻ ആയിരിക്കില്ലേ? അതെ. ഓക്കെ മിസ്. നിങ്ങൾക്ക് 14-ാം തീയതി വരെ സ്റ്റഡി ലീവ് ആയിരിക്കും. 15-നായിരിക്കും മിക്കവാറും മോഡൽ എക്സാം ഉണ്ടാവുക. ഒരു ജാനുവരി 5th ഒക്കെ ആയിട്ടായിരിക്കും ഫൈനൽ എക്സാം ഉണ്ടാവുക കേട്ടോ. ഓക്കെ മിസ്. ഡിസംബറിലാണോ? ഡിസംബർ 15-നാ? ജനുവരി എത്രക്ക പറഞ്ഞ? ജാനുവരി 5-ാം തീയതി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇതൊന്നും കൺഫേം അല്ല. കൺഫേം ആയിട്ട് നിങ്ങൾ അറിയിക്കൂ കേട്ടോ. ഡിസംബറിലാണോ നമുക്ക് മോഡൽ എക്സാം വരുന്നത്? അതെ, ഡിസംബർ 15-നായിരിക്കും മോഡൽ എക്സാം. ഡിസംബർ 1 തൊട്ട് 14-ാം തീയതി വരെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി ഞാൻ ഒന്നുകൂടി ഭയങ്കര പ്രൊഫഷണലി സംസാരിക്കുന്നുണ്ടല്ലേ? ഫോമൽ. സോറി, ഐം റിയലി സോറി. എനിക്ക് ഒറ്റ വയ്യ, ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് കേട്ടോ. റിയലി സോറി ഗൈസ്. ഓക്കെ, അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുക. നമുക്ക് പെട്ടെന്ന് അതുകൂടി ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നല്ലോ അല്ലേ? ബാക്കി എല്ലാ ചാപ്റ്ററും നമ്മൾ റിവിഷൻ എടുത്തില്ലേ? പറ പൊന്നുമക്കളെ. മിടുക്കന്മാർ. ഓക്കെ, ശരി. നോട്ട്സ് 5th ചാപ്റ്ററിൽ കുറച്ച് ഭാഗം കൂടി തരാനുണ്ടല്ലേ? ഒരു കാര്യം ചെയ്യണം. സഫ്ന, എവിടെ നിന്നാണ് ഇനി നോട്ട് തരാനുള്ളേന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. എന്റെ കയ്യിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് പ്രോപ്പർ ആയിട്ടില്ല സത്യം പറഞ്ഞ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാ സഫ്ന, ഇനി എവിടുന്ന എനിക്ക് തോന്നുന്നു PTA തൊട്ട് അങ്ങോട്ടാണ് തരാനുള്ളത്. അത് മുതൽ അങ്ങോട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വിട്ടുതരാം. പെട്ടെന്ന് നോട്ട് സെറ്റ് ആക്കി തരാം കേട്ടാ. ഓക്കെ, എനിക്ക് തൊണ്ട വേദനിക്കുന്നു അമ്മ, എനിക്ക് വയ്യ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. വാട്ട് ഈസ് റെക്കോർഡ്? പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റുമോ ആർക്കെങ്കിലും? A collection of official office documents are called a record. Wow, great. The collection of official office documents are called record. അങ്ങനെ അറിയും. വാട്ട് ഈസ് റെക്കോർഡ്, അതുപോലെ വാട്ട് ഈസ് റിപ്പോർട്ട് എന്നായിരിക്കും മിക്കവാറും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാം. പിന്നെ അവിടെ ഞാൻ തന്ന പോലെ എന്ത് വരും നിങ്ങൾക്ക്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് ഡാഷ് ഈസ് കോൾഡ് റെക്കോർഡ് എന്ന് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഓഫീസ് ഡോക്യുമെന്റ്സ് ആർ കോൾഡ് ഡാഷ് എന്ന് വരും. മലയാളത്തിൽ പഠിച്ചവർക്ക് ആകെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഒരു ഡൗട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് എഴുതാം. എന്ത്? റെക്കോർഡ്. ഓക്കെ, അതുപോലെ ഡാഷ് ഈസ് കോൾഡ് റിപ്പോർട്ട് എന്ന് വരാം കേട്ടോ. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ എന്ന് എഴുതി കൊടുക്കാം. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോ ഹൗ ഡസ് ദ സ്കൂൾ റെക്കോർഡ് ഹെൽപ്സ് ദ സ്കൂൾ? ഓക്കെ, ഇതുപോലെ സ്കൂള് വരും, ടീച്ചേഴ്സ് വരും, പിന്നെന്ത് വരും?
പാരന്റ്സ് മീറ്റിംഗ്. പാരന്റ്സ് അല്ലടാ, സ്റ്റുഡൻസ് കേട്ടാ. സ്റ്റുഡന്റ് സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ സ്റ്റുഡൻസ് ഇത്രയാണ് വരാ. ദെൻ അടുത്തത് വരുന്നത് പിന്നെ കുറച്ചൊരു ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ അഥവാ വന്നാലുള്ളൂ വരാൻ വളരെ ചാൻസ് ഉള്ളൂ. 1.1 ഒക്കെ നമുക്ക് പറയാം പെർസെന്റേജ് വരാനുള്ള ചാൻസ്, അത്രയും ചാൻസ് കുറവാ. വാട്ട് ഈസ് ദ എയിം ഓഫ് ദ ഗവൺമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷനിലൂടെ ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എയിം ചെയ്യുന്നത്? വാട്ട് ആർ ദ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ബീയിങ് ഡിവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ? അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നൂതന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലായിരുന്നോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് രണ്ടും അവിടെ കിടക്കട്ടെ. അടുത്തത് ഹൗ ക്യാൻ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ഹൗ ക്യാൻ ഡോക്യുമെന്റ്സ് ജനറലി ക്ലാസിഫൈഡ്? വാട്ട് ആർ ദേ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നിങ്ങൾ 5 എണ്ണത്തിന്റെ പേര് എഴുതാം. 1 പൊതുരേഖകൾ, സാമ്പത്തിക രേഖകൾ, വിദ്യാഭ്യാസ രേഖകൾ, ഉപകരണ സംബന്ധമായ രേഖകൾ, എഴുത്തുകുത്ത് രേഖകൾ എന്ന് പറഞ്ഞ് പോയിന്റ് ആയിട്ട് എഴുതാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം പൊതുരേഖകൾ എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ലൈക്ക് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നീട്ടി എഴുതുക. കോളം വരക്കൊന്നും വേണ്ട. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞതായിരുന്നു. എന്ത് ചെയ്താ നീട്ടി തന്നെ എഴുതുക. സ്കൂൾ കലണ്ടർ, ലോഗ് ബുക്ക് എന്നിവ ഇങ്ങനെ ഇതിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ എഴുതുക. പിന്നെ അടുത്ത ഹെഡിങ് സൈഡ് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ കൊടുക്കുക. ദെൻ അടുത്തത് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. 10 മാർക്കിന് വന്നാലല്ലേ അങ്ങനെ എഴുതേണ്ടിയുള്ളൂ? ആ അതെ അതെ അതെ, 5 മാർക്കിനൊക്കെ വരും. 5 മാർക്കിന് വന്നാലും ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് റെക്കോർഡ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ സ്കൂൾ? അല്ലെങ്കിൽ വാട്ട് ആർ ദ റെക്കോർഡ്സ് ടു പ്രിസർവ് ഇൻ എ സ്കൂൾ? അതായത് ഇത് രണ്ടും സെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ രേഖകളാണ് സ്കൂളിൽ സൂക്ഷിച്ചിരിക്കേണ്ടത്? 13 രേഖകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ലേ? യെസ്, പഠിച്ചിട്ടുണ്ട്. ഈ 13 രേഖകളാണ് മിക്കവാറും പ്രിസർവ്ഡ് ഇൻ ദ സ്കൂൾ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഏതാന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇതാണ് എഴുതേണ്ടത് കേട്ടോ, റെക്കോർഡ്സ്. ഓക്കെ. അപ്പൊ ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില റെക്കോർഡ്സിനെ നിങ്ങൾ ഇത് 13 എഴുതിയാലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അതായത് എക്സ്പ്ലെയിൻ അറ്റൻഡൻസ് രജിസ്റ്റർ. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണമാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ, അഡ്മിഷൻ ഡോക്യുമെന്റ്, എക്സാം രജിസ്റ്റർ, പ്രോഗ്രസ് റിപ്പോർട്ട്, ലോഗ് ബുക്ക്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്കൂൾ കലണ്ടർ, റോൾ ഓഫ് സ്കൂൾ കലണ്ടർ എന്ന് ചോദിക്കും. അപ്പൊ അത് പഠിച്ചില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ സ്കൂൾ കലണ്ടർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പോയിന്റ്സ് ഒക്കെ എഴുതണം കേട്ടോ. ABCD പോയിന്റ്സ് ഒക്കെ എഴുതണം കേട്ടോ. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ലോഗ് ബുക്കും വളരെ ഇമ്പോർട്ടന്റ് ആ. പ്രോഗ്രസ് റിപ്പോർട്ടും ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കണ്ടേ? ഏ എന്നാ പിന്നെ ചാപ്റ്റർ ഫുള്ള് പഠിക്കണ്ടേ? ശരിക്കും പറഞ്ഞ മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. മൊത്തം പഠിക്കണമല്ലോ. എടാ ഞാന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. മറ്റൊന്നെന്ന് പറയുമ്പോ ഞാനിപ്പോ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് വരൂന്നല്ല ഞാൻ പറയുന്നത്. അഥവാ ഈ ക്വസ്റ്റ്യൻസ് വന്നാൽ എവിടെയൊക്കെയാണ് ആൻസർ എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ചിലർക്ക് ക്വസ്റ്റ്യൻ ഓക്കെ, പക്ഷെ ആൻസർ എവിടെയാന്ന് പോലും അറിയാത്തവരുണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതണം എന്നറിയാത്തവരുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മിസ് 5 മാർക്കിന് വന്ന് എങ്ങനെ എഴുതണം, 2 മാർക്കിന്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. 100-ലാണോ മാർക്ക്? അതെ, 100-ലാണ് മാർക്ക്. അപ്പൊ ഓൾമോസ്റ്റ് നല്ലോണം എല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനാ എല്ലാം ഇമ്പോർട്ടന്റ് ആന്ന് പറയുമ്പോ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം, സ്കൂൾ ഓർഗനൈസേഷൻ ഈസ് വെരി 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 സിമ്പിൾ. ഓക്കെ, നിങ്ങൾ ഒരു തവണയെങ്കിലും കേൾക്കാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവത്തില്ല. മറ്റേത് സബ്ജക്റ്റിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സ്കൂൾ ഓർഗനൈസേഷനിൽ വരാം. അത് ഞാൻ ഉറപ്പ് തരുന്നു. അതേസമയം ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഈ സ്കൂൾ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നന്നായിട്ട് പഠിച്ചവരായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ വളരെ ബുദ്ധിമുട്ടും, ഉരുണ്ട് കളിച്ചാല്. ഓക്കെ, പേപ്പർ കിട്ടിയ ഉടനെ വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എവിടെയും ലാഗ് വരാതെ നോക്കുക. കാരണം കുറെ പേര് വന്ന് സങ്കടം പറഞ്ഞിട്ട്, മിസ്സേ എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ ടൈം കിട്ടിയില്ല. അത് ഭയങ്കര സങ്കടമാണ്. നമുക്കെല്ലാം ഒരുപോലെ തോന്നാ മിസ്സേ. എങ്ങനെ? അധികം ആൻസർ ഇങ്ങനെ എന്താ പറയാ, എല്ലാം ഒരുപോലെ ചിലപ്പം തോന്നാം. ചില ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ. അതെ അതെ,
അങ്ങനെ തോന്നാറുണ്ട്. ശരിയാണ്. അപ്പോ ഒരു കാര്യം ചെയ്യ, എന്താ നിങ്ങൾ എന്ത് ചെയ്യണം, ചടപടേന്ന് എഴുതി തീർക്കുക. വെറുതെ ടൈം അവിടെ ഇവിടെയും വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക കേട്ടാ. ഓക്കെ, 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടാ. പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ടിരുന്നിട്ട് ടൈം കളയുന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. ഇനി അടുത്തത് എന്തായിരുന്നു? ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ട് ഇസ് നറേറ്റീവും ക്യുമുലേറ്റീവും ഭയങ്കര ഇമ്പോർട്ടന്റ് മക്കളെ. ഒന്നൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ നറേറ്റീവ് ഡോക്യുമെന്റ് ആൻഡ് ക്യുമുലേറ്റീവ് ഡോക്യുമെന്റ് എന്ന് വരും. അപ്പൊ മലയാളത്തിൽ എഴുതുന്നവർ അത് നറേറ്റീവ് ഡോക്യുമെന്റ് എന്താന്ന് എഴുതുക. എന്നിട്ട് എന്നാൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് എന്ന് എഴുതാം. ഇംഗ്ലീഷിൽ എഴുതുന്നവര് ബട്ട് ദ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഇസ് എന്ന് പറഞ്ഞിട്ട് വേണം അടുത്തത് എഴുതാൻ വേണ്ടിട്ട്. അത് നറേറ്റീവ് എഴുതാം, ദെൻ അടുത്തത് ക്യുമുലേറ്റീവ് റെക്കോർഡ് ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഡിഫറൻസ് ചോദിച്ചാൽ കേട്ടോ. അല്ല ഇതിന് ഏതെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വന്നില്ല എന്റെ പേര് നിങ്ങൾ മറിച്ചിട്ടൊന്നും വേണ്ട, ചിലപ്പോ വന്നില്ലെങ്കിലും. പക്ഷെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ എന്താണ് അത് പഠിക്കുക. ദെൻ അടുത്തതാണ് ഇൻഡിവിജ്വൽ ലേണിംഗ്. കഴിഞ്ഞ എക്സാമിലോ മറ്റോ ഇൻഡിവിജ്വൽ ലേണിംഗ് വന്നപ്പോ ഇത് എന്തുവാന്ന് വരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇൻഡിവിജ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് വ്യക്തി പഠനമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിനൊക്കെ ചോദിച്ച എക്സാമുകൾ ഉണ്ട്. സോ ഇൻഡിവിജ്വൽ ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ അടുത്തത് ഹെൽത്ത് രജിസ്റ്റർ, അതും ചോദിച്ചേക്കാം. അടുത്തത് ഹൗ ഇസ് ദ റെക്കോർഡ് പ്രിപ്പയർഡ്, ഹൗ ടു പ്രിപ്പയർ എ റെക്കോർഡ്. ഏതെങ്കിലും ഒരു രീതിയിൽ വരും. ഹൗ ഇസ് ദ റെക്കോർഡ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ എ റെക്കോർഡ്. ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഭാഗം റെക്കോർഡുകൾ തയ്യാറാക്കുന്ന വിധം, ഓക്കെ, 2ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റിലോട്ട് അത് പറയുന്നുണ്ട്. അതാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മുടെ 2nd ചാപ്റ്ററും കഴിഞ്ഞു. നമ്മുടെ എല്ലാത്തിന്റെയും റിവിഷൻ ഒക്കെ ഏകദേശം സെറ്റ് ആയി അല്ലേ? മനസ്സിലായല്ലോ എല്ലാം? നന്നായിട്ട് ഇനി പഠിക്കാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഒരു ടെൻഷനും വേണ്ട. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഓൺലൈനിൽ ഇത് ചെയ്യുന്നവരുണ്ടോ ഇതില്? ട്രെയിനിങ് ചെയ്യുന്നവരുണ്ടോ ഇതില്? ഹമീദ, നമുക്ക് ഓൺലൈൻ ചെയ്യുന്നവർക്കുള്ള ഒരു സെഷൻ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ പിന്നെ ക്ലാസ് എടുക്കേണ്ടത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ, ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. പിന്നെ അപ്പൊ നിങ്ങൾ ഓഫ്ലൈനിൽ ഉള്ളവർ വിചാരിക്കും ഇത് അവരെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മളൊന്നും നോക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ഏറ്റവും സ്കോപ്പുള്ള ഏരിയ ഓൺലൈൻ ആണ് ഓഫ്ലൈനേക്കാളും. അതാണ് ഒന്നുകൂടി സുഖമുള്ള പണിയും. അല്ലേ? അല്ലേ? യെസ്, അത് ട്രെയിനിങ് നമ്മൾ നെക്സ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സെഷൻ വെക്കും. ഓൺലൈൻ ഉള്ള കുട്ടികൾക്ക് മാത്രം. ആണോ? ഞങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോ, നോ പ്രോബ്ലം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവും, ചിലതൊക്കെ ഇവർക്കായിട്ട് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഉണ്ടാവുക? പിന്നെ എങ്ങനെയാന്ന് പറയോ? എങ്ങനെ കയറാൻ പറ്റിയില്ലെങ്കിൽ? ഓൺലൈൻ ട്രെയിനിങ്ങിന് ടൈമിന് കയറാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈൻ ട്രെയിനിങ് ഓൺ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഇനി ഒരു ബാച്ച് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് ബാച്ചിൽ വരുന്നത്. ബാക്കിൽ തന്നെ പുതിയ ബാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. പക്ഷെ പറ്റത്തില്ല. ഇത്തവണ എല്ലാവരും ഈ ഒരു ട്രെയിനിങ് ഞാൻ നാട്ടിൽ പോന്നായിരുന്നു, അപ്പൊ എനിക്ക് പറ്റുമോന്ന് അറിയില്ല. ട്രൈ ചെയ്യുക. 15 ദിവസം അല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ടൈം വരും. പക്ക 15 ദിവസം ഒന്നും ആയിരിക്കൂല. ഓക്കെ, ഒരു 10-25 ദിവസം ഞാൻ തരും. ഡോണ്ട് വറി. ഓക്കെ. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഷൻ ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. Not well. Anyway, thank you so much, guys. Bye-bye. Good night, all. Bye, ma'am. Good night to you. Thank you. You're welcome.